പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ GX6570 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടുവരാം. അതിനു മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് പ്രിൻ്റർ ഉള്ളത്. സാധാരണ കനോണിൻ്റെ പ്രിൻ്റേഴ്സിൻ്റെ എല്ലാം ബോക്സിൻ്റെ പുറത്ത് പ്രിൻ്ററിൻ്റെ മോഡൽ നെയിമും അതേപോലെ ചെറിയൊരു സ്പെസിഫിക്കേഷനും കൊടുക്കാറുണ്ട്. ഈ ഒരു മോഡലിന് അത് കാണുന്നില്ല. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡോക്യുമെൻറ്റ് A4 കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. പിന്നെ ഇവിടെ കാണാൻ സാധിക്കും USB കേബിൾ, പവർ കേബിൾ എല്ലാം വരുന്നത്. അത് ജസ്റ്റ് എടുക്കുന്നു, അത് ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഇത് USB കേബിൾ, ഇത് പവർ കേബിളാണ് വരുന്നത്. ജസ്റ്റ് അത് മാറ്റി വെക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊരു യൂസർ മാനുവലിൻ്റെ പാക്കിംഗ് ആണ്. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതെല്ലാം അതേപോലെ എങ്ങനെ ഉപയോഗിക്കണം എല്ലാം എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. ശേഷം ഈ 2 തെർമോകോപ്പീസും മാറ്റി വെക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും 4 ഇങ്ക് ബോട്ടിൽ ഈ പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കുകയാണ്. സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് ഇങ്ങനെ 4 ബോട്ടിലാണ് വരുന്നത്. 4 ടാങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിനുള്ളത്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. അപ്പോൾ ഇങ്ക് ബോട്ടിൽസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. അങ്ങനെ പ്രിൻ്റർ നമ്മൾ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ പാക്കിംഗ് കവർ ഒഴിവാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും കുറേ ഓറഞ്ച് കളർ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ഈ സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ പവർ ഓൺ ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ കംപ്ലീറ്റ് ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നാലും ഫൈനലായിട്ട് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുകയാണ്. എവിടെയും സ്റ്റിക്കർ റിമൂവ് ചെയ്യാനില്ല. അതിനുശേഷം പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡ് പിറകു വശത്തായിട്ട് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അവിടെ നമ്മൾ പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതേപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളിവിടെ നിങ്ങളെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ചോദിക്കുക ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാനാണ്. ഞാനിവിടെ ഡേറ്റും ടൈമും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഡേറ്റും ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേംവെയർ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട, ഓഫ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും സ്കാനർ മൊഡ്യൂൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് ടാങ്കിലേക്ക് ഇങ്ക് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് പോവാം. ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് ആയി കൊടുത്തത് എനിക്കിവിടെ കാണാൻ സാധിക്കും. ആനിമേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാണ് ഫില്ല് ചെയ്യുക. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത സമയത്ത് കണ്ടതാണ് 4 ബോട്ടിൽ പ്രിൻ്ററിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കനോണിൻ്റെ 76 സീരീസ് ഇങ്കാണ് ഈ മോഡലിന് പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ ഇങ്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതേപോലെ സ്കാനർ മൊഡ്യൂൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബ്ലാക്കിൻ്റെ ടാങ്കും കളറിൻ്റെ 3 ടാങ്ക് വരുന്നത് റൈറ്റ് സൈഡിലുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്കിൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബോട്ടിൽ എടുക്കുന്നു. ബോട്ടിൽ എടുത്തതിന് ശേഷം ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 76 ഇങ്ക് തന്നെയാണ്, സീരീസ് ഇങ്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്.
ബോട്ടിൽ എടുത്ത് നേരെ നമ്മൾ ടാങ്കിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതേപോലെ ഇറക്കി വെക്കുന്നു. ഓട്ടോമാറ്റിക് തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെസ്, ഇവിടെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രിൻ്ററിൻ്റെ എപ്പോഴും നിങ്ങൾ ഇങ്ക് ലെവൽ ചെക്ക് ചെയ്യണം. ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ താഴെ ഒരു ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് കളറിൻ്റെ 3 ടാങ്കാണ്. അതിനാദ്യം ഓരോരോ ടാങ്കിൻ്റെ അവിടെ അതിൻ്റേതായ കളർ കോഡുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് സിയാൻ്റെ ടാങ്കാണ്. സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ എടുത്തുകൊണ്ട് അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ആ ബോട്ടിൽ നേരെ ആ ടാങ്കിലേക്ക് ഇതേപോലെ വെക്കുന്നു. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഡോട്ട് കണ്ടില്ലേ, അല്ലെങ്കിൽ താഴെ ആരോ കാണാൻ സാധിക്കും. ആ ഡോട്ട് എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സിയാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിയാൻ്റെ ബോട്ടിൽ മാറ്റി വെക്കുന്നു. അതിനുശേഷം ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ മജന്തൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിൽ എടുത്തുകൊണ്ട് ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ടാങ്കിലേക്ക് ഇതേപോലെ ബോട്ടിൽ ഇറക്കി വെക്കുന്നു. ഓട്ടോമാറ്റിക് തന്നെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മോഡലിന് പ്രിൻ്ററിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇങ്ക് മാറി വയ്ക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ അറിയാതെ മജന്ത കൊണ്ടുപോയാണ് നമുക്ക് സിയാനിലോ ബ്ലാക്കിലോ യെല്ലോയിലോ ഒന്നും ഇങ്ക് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റേതായ കറക്റ്റ് കട്ടിങ്ങിൽ മാത്രം നിന്നാൽ മാത്രമേ ഇങ്ക് ടാങ്കിലേക്ക് ഫില്ലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത് യെല്ലോൻ്റെ ടാങ്കാണ്. യെല്ലോൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ എടുത്തുകൊണ്ട് ടോപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് നേരെ ബോട്ടിൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടാങ്കിലേക്ക് ഇറക്കി വെക്കുന്നു. ഓട്ടോമാറ്റിക് തന്നെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ടാങ്ക് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 4 ടാങ്കും ഏകദേശം കംപ്ലീറ്റ്ലി ഫില്ലാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ട് എത്തുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തു. അതിനുശേഷം സ്കാനർ മോഡിൽ ഇതേപോലെ ജസ്റ്റ് മുകളിലോട്ടൊന്ന് അപ്പ് ചെയ്തതിന് ശേഷം കൈ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് തന്നെ ക്ലോസ് ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുക. അടുത്തൊരു മെസ്സേജ് വരുന്നുണ്ടാവും. യെസ്, ഇവിടെ നിങ്ങൾക്ക് അടുത്ത മെസ്സേജ് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് അലൈൻമെൻറ്റ് ടു ഇംപ്രൂവ് പ്രിൻറ്റ് ക്വാളിറ്റി. അത് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണത്. അപ്പോൾ ആദ്യം നമ്മളൊരു 3 ഷീറ്റ് A4 നമ്മൾ ട്രയൽ വെക്കണം. കാസറ്റ് ട്രയലാണ് മസ്റ്റായിട്ട് ഇത് വെക്കേണ്ടത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ നേരെ കാസറ്റ് ട്രയലിലേക്ക് ഒരു 3-4 ഷീറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുകയാണ്. ശേഷം നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. ആ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രിൻ്ററിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഇതേപോലെ അലൈൻമെൻറ്റ് ചെക്കപ്പിൻ്റെ ചെറിയ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതൊരിക്കലും നിങ്ങൾ പേപ്പർ വലിക്കരുത്. ഏകദേശം നമ്മൾ സ്ക്രീനിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരാതെ ഒരിക്കലും നിങ്ങൾ ആ പേപ്പർ വലിക്കാൻ പാടില്ല. അതങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. യെസ്, കുറച്ച് നേരത്തെ വെയിറ്റിന് ശേഷം ഇതേപോലെ മെസ്സേജ് വരും. അവിടെ നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ റിക്വസ്റ്റ് ചോദിക്കും. അത് ഡു നോട്ട് അഗ്രി എന്ന് കൊടുക്കുക. യെസ്, ഈ ഒരു പോർഷൻ എത്തുന്ന സമയത്ത് പ്രിൻ്റർ സെറ്റപ്പ് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളതായി. ഇതിൻ്റെ അർത്ഥം നമ്മളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. അതേപോലെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ് പ്രിൻറ്റിങ് സ്കാനിങ് എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അൺബോക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കനോൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്ത് അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.